കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരിക്കട്ടോ നിധി. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നികേഷും ഹരീഷൊക്കെ ഇത്രമാത്രം വിഷമിക്കുമെന്നൊക്കെ അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പാവങ്ങൾക്ക് അത് സഹിക്കാൻ പോലും ആവുന്നില്ല. ആ സമയത്തിന് ഹരീഷ് പതുക്കെ സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് കരയാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ താൻ സുഭാഷേട്ടനോട് വിളിച്ചു പറഞ്ഞത് എന്ന നീറ്റലായിരുന്നു അവൻ്റെ മനസ്സിൽ. ഏട്ടാ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം തന്നെ ഉണ്ടായത്? സത്യം അറിയാതെ ഞാൻ എന്തൊക്കെയാണ് ഏട്ടനോട് വിളിച്ചു പറഞ്ഞത്? സുധീഷ് ഏട്ടനും നിധിയും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞത് ഏട്ടന് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും, ഏട്ടൻ്റെ കല്യാണം കഴിയാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ, അസൂയ കാരണമാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഏട്ടാ, എന്നോട് ക്ഷമിക്ക്. ഏട്ടൻ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അവൻ സുഭാഷ് ഏട്ടൻ്റെ കാല് പിടിക്കാൻ തുടങ്ങി. ഉടനെ സുഭാഷ് അവനെ തടഞ്ഞുകൊണ്ട് പറയുന്നത്, എടാ, അത് നിനക്കറിയാഞ്ഞിട്ടല്ലേ? സത്യത്തിൽ ഞാനല്ലേ തെറ്റ് ചെയ്തത്? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയാതിരുന്നു. അത് എൻ്റെ തെറ്റല്ലേ? നിനക്കിതൊന്നും തന്നെ അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ എന്നോട് ക്ഷമയൊന്നും പറയണ്ട. അങ്ങനെ സുഭാഷ് ഹരീഷിനെ ആശ്വസിപ്പിക്കാണ്. എന്നാലും ഏട്ടാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ഹരീഷ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കാഴ്ച കണ്ട് നിധിയുടെ ഉള്ളമങ്ങ് പിടഞ്ഞു. പാവം, താൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന ചിന്ത അവളെ വല്ലാതെ വേട്ടയാടി. ഈ കുടുംബത്തിലെ എല്ലാവർക്കും തമ്മിൽ എന്ത് സ്നേഹമാണ്, ഈ കുടുംബത്തിലെ എല്ലാവർക്കും തമ്മിൽ എത്രമാത്രം സ്നേഹമാണ് എന്ന കാര്യമൊക്കെ അവൾക്കപ്പോൾ മനസ്സിലായി. പിന്നീട് നിധി വല്ലാതെ വിഷമിച്ചിങ്ങനെ മുറിയിൽ പോയിരിക്കാണ്. അപ്പോഴായിരിക്കും സാന്ദ്രയുടെ കോള് വരുന്നത്. എന്തായി കാര്യങ്ങൾ എന്ന് സാന്ദ്രേച്ചി ചോദിച്ചു. നീ അവിടെ നിന്നും മാറുന്നതിനെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനും ഇനി സമയമുണ്ടല്ലോ ചേച്ചി എന്നായിരുന്നു നിധിയുടെ മറുപടി. പക്ഷേ സാന്ദ്ര വിട്ടുകൊടുത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ അവിടെ നിന്നും മാറണം, ഇനി അവിടെ നിൽക്കണ്ട എന്നാണ് സാന്ദ്ര പറയുന്നത്. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒഴിഞ്ഞൊരു വീടുണ്ട്, തൽക്കാലം നീ അങ്ങോട്ടേക്ക് മാറുന്നതാണ് നിനക്ക് സേഫ് എന്ന് സാന്ദ്ര തറപ്പിച്ചു പറഞ്ഞു. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ നീ എങ്ങനെ വിശ്വസിച്ച് കിടക്കും? പോരാത്തതിന് സുധീഷിൻ്റെ അച്ഛനൊരു കൊലപാതകയല്ലേ. നീ അവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് സാന്ദ്ര പറഞ്ഞപ്പോൾ നിധിക്ക് അത് കേട്ടിട്ട് ഒട്ടും തന്നെ രസിച്ചില്ല. 5 ആണുങ്ങളുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അവർ എന്നെ പിടിച്ചു വീഴുമോ എന്നൊക്കെയായിരുന്നു നിധി തിരിച്ചു ചോദിക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറയുന്നത് പോലെ മാത്രം ജീവിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഇവിടെയുള്ളവരൊക്കെ പാവ മനുഷ്യരാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. നിധിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും വല്ലാതെ തകർന്നിരിക്കുമ്പോഴാണ് സാന്ദ്ര ഈ ഒരു മാറുന്ന കാര്യം പറയുന്നത്. നേരത്തെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ നികേഷിൻ്റെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ശരിക്കും നിധിയുടെ മനസ്സങ്ങ് മാറി. ഇതേ സമയത്ത് സുധീഷ് ആണെങ്കിൽ പുറത്തു പോയിട്ട് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി അവൻ വന്നു കിടന്നപ്പോൾ അവൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. ഇത് കണ്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എന്ന്. അന്നേരം സുധീഷ് പറയുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. അവൾക്കിത് വെറും ഒരു ഫേക്ക് കല്യാണമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെയാണ് താലി കെട്ടിയത്. ഡിവേഴ്സിൻ്റെ കാര്യം വന്നപ്പോൾ ഈ ബന്ധം ഒരിക്കലും വേർപിരിയരുതേ എന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പുറത്ത് ഭാസ്കരൻ ഉറക്കം വരാതെ പാട്ടും കേട്ട് കിടക്കുകയായിരുന്നു. നികേഷും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടത്തിലിങ്ങനെ കരയാണ്. സുഭാഷ് അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ പറയുന്നുണ്ട്, ഏട്ടാ, അവളെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമായതാണ് അവളെ. പക്ഷേ പഠിക്കണമെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ഞാൻ സഹായിച്ചെന്നേ ഉള്ളൂ. പിന്നീട് ഒളിച്ചോടാമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ സ്നേഹം ഒട്ടിട്ടത്. ആ കഴുത്തിൽ താലി കെട്ടിയത് സത്യമായിട്ട് തന്നെയാണെന്ന് പറയട്ടെ സുധീഷ്. ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നീ ഇനി ഒന്നും പറയണ്ട. എന്നാലും അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യടാ. ഇനി ഒരു വിവാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് സുധീഷ് ഉറപ്പിച്ചു പറഞ്ഞു. ഈ സംസാരമെല്ലാം തന്നെ ഹാളിൻ്റെ അപ്പുറത്തു നിന്ന് കേൾക്കുകയായിരുന്നു നിധി. സുഭാഷ് അപ്പോൾ സുധീഷിനോട് പറയുന്നുണ്ട്, നിധി പാവമാണ്, വലിയ വീട്ടിലെ കൊച്ചല്ലേ, അവൾക്ക് നല്ലൊരു ലൈഫുള്ളതാണ്. നാളെ അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൾ പോയിക്കോട്ടെ, നമ്മളാരും അവളൊരിക്കലും ശല്യപ്പെടുത്തരുതേ എന്ന് പറയും. ഇത് കേട്ട് നിധിയുടെ മനസ്സ് ആകെ ഉലഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ നിധി പതിവ് പോലെ തന്നെ എഴുന്നേറ്റു. പക്ഷേ സുഭാഷോ സുധീഷോ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല. മുറ്റം അടിക്കാനിറങ്ങിയ നിധിയുടെ കയ്യിൽ നിന്നും ഭാസ്കരൻ ചൂലങ്ങ് വാങ്ങിച്ച് അടിച്ചു. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമമായി. അകത്തേക്ക് കയറിയിട്ട് അവളൊരു ഭക്തിഗാനം ഫോണിൽ വെച്ചു. അത് കേട്ടുകൊണ്ടാണ് എല്ലാവരും എഴുന്നേറ്റത്. താമസിച്ചപ്പോൾ സുഭാഷ് ക്ഷമ ചോദിച്ചു. പക്ഷേ നികേഷും മറ്റുള്ളവരും അവളോട് ഒന്നും തന്നെ മിണ്ടാതെ പോയത് നിധിയെ വല്ലാതെ സങ്കടപ്പെടുത്തി കളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ ഭാസ്കരൻ അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് പുറത്തെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു. അത് കണ്ടിട്ട് നികേഷിനെ സഹിച്ചില്ല. നിധി അവൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ് നീ എന്നോട് മിണ്ടാത്തത് എന്ന്. ഏട്ടത്തിയമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ശരിക്കും ഒരു സന്തോഷമുണ്ടായത് എന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. നിധിക്ക് അവിടെ നിന്ന് പോവാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് അവൻ അവളുടെ കാല് പിടിക്കാൻ വരെ തയ്യാറായിരുന്നു. ഉടനെ സുഭാഷ് അവനെ തടഞ്ഞു. നിധിയെ നമ്മൾ ശല്യം ചെയ്യരുത്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, പുറത്തുള്ളവർക്ക് ഇത് വെറും ഫേക്ക് കല്യാണമാണെന്നറിയാലോ. നിധി പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ പെണ്ണ് വാഴില്ല എന്ന് എല്ലാവരും പറയൂ. അവസാനം സുഭാഷ് നിധിയോട് ചോദിച്ചു,
നിധി, നിനക്ക് പഠിക്കാനോ ജോലിക്ക് പോകാനോ ഒക്കെ ഇവിടെ തന്നെ നിന്നൂടെ? ഞങ്ങൾ ആരും നിന്നെ ശല്യം ചെയ്യില്ല. സുധീഷിന്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ സ്വന്തം കുഞ്ഞനിയത്തിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. അങ്ങനെ സുഭാഷിന്റെ വാക്ക് കേട്ട് ഒടുവിൽ നിധി ആ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. പേടിക്കേണ്ട സുഭാഷേട്ടാ, ഞാൻ ഒരിടത്തേക്കും പോവില്ല, ഇവിടെ തന്നെ നിന്നോളാം. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. നിധി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നികേഷിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തിളക്കം കാണേണ്ടത് തന്നെയായിരുന്നു. അവൻ ഓടിപ്പോയി സുഭാഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. സുധീഷ് ഒന്നും മിണ്ടിയില്ല എങ്കിലും അവന്റെ ഉള്ളിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ ഒരു ആശ്വാസം ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. പക്ഷേ വെറുതെ അവിടെ താമസിച്ചാൽ പോരല്ലോ, സ്വന്തം കാലിൽ നിൽക്കണമെന്ന് നിധിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ സുഭാഷ് അവൾക്ക് പഠിക്കാനും ജോലിക്ക് അപേക്ഷിക്കാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആ കൊച്ചു വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്തു. രാവിലെ സുഭാഷിനൊപ്പം അടുക്കളയിൽ സഹായിക്കാനും വൈകുന്നേരങ്ങളിൽ നികേഷിന്റെയും ഹരീഷിന്റെയും തമാശകളൊക്കെ കേട്ടിരിക്കാനും തുടങ്ങിയപ്പോൾ തൻ്റെ വലിയ ബംഗ്ലാവിൽ താൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യം നിധി അവിടെ അനുഭവിച്ചു തുടങ്ങി. സുധീഷിനോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ചെറിയൊരു ജാള്യത ഉണ്ടെങ്കിലും അവൻ്റെ സ്നേഹം വെറും അഭിനയമല്ല എന്ന് ഓരോ പ്രവൃത്തിയിലൂടെയും അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നിധി ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോഴാണ് സാന്ദ്ര അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. നിധിയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകണമെന്ന വാശിയിലായിരുന്നു സാന്ദ്ര. നിനക്കെന്താ വട്ടാണോ നിധി? ഈ കൂരയിലാണോ നിന്റെ ജീവിതം നീ കളയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സാന്ദ്ര ദേഷ്യപ്പെട്ടപ്പോൾ നിധി വളരെ ശാന്തമായി തന്നെ മറുപടി നൽകി. ചേച്ചി, വലിയ വീടല്ല, വലിയ മനസ്സുകളാണ് വേണ്ടത് എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അച്ഛനെയും 4 സഹോദരന്മാരെയുമാണ് എനിക്ക് കിട്ടിയത്. നിധിയുടെ ആ ഒരു ഉറച്ച നിലപാട് കണ്ടപ്പോൾ സാന്ദ്രയ്ക്ക് പിന്നെ മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭാസ്കരൻ ദൂരെ നിന്ന് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വെറും ഒരു പെണ്ണല്ല, ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നിധിക്കൊരു പ്രമുഖ കമ്പനിയിൽ തന്നെ ജോലി ലഭിച്ചു. ആ സന്തോഷ വാർത്ത അറിയാൻ അവൾ ആദ്യം ഓടിച്ചെന്നത് സുധീഷിൻ്റെ അടുത്തേക്കാണ്. അവൻ തൻ്റെ പഴയ ജോലിയുമായിട്ട് മുന്നോട്ട് നടക്കുകയാണെങ്കിലും നിധിയുടെ വിജയത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ആ രാത്രിയിൽ എല്ലാവരും ചെറിയൊരു ആഘോഷം അവിടെ നടത്തി. അന്ന് രാത്രി മട്ടുപ്പാവിലിരുന്ന് സംസാരിക്കുമ്പോൾ സുധീഷ് പതുക്കെ ചോദിക്കുന്നത്, നിധി, ഈ താലി നിനക്കിപ്പോഴും ഒരു ബാധ്യതയാണോ എന്ന്. അല്പനേരം ആലോചിച്ചതിന് ശേഷം നിധി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ആദ്യം അതൊരു ചതിയായി തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ ജീവശ്വാസമാണെന്ന് നിധി മറുപടി നൽകി. ആ വാക്കുകൾ കേട്ട് സുധീഷ് ശരിക്കും അങ്ങ് വിതുമ്പിപ്പോയി. അവരുടെ ജീവിതം ഒരു ഫേക്ക് കല്യാണത്തിൽ നിന്ന് പിന്നീട് ആത്മാർത്ഥമായ പ്രണയത്തിലേക്ക് വഴിമാറുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.